പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ്. അത് ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാം കണ്ടാണ് ഈ ഒരു സ്ത്രീ ഒരു നമ്മുടെ യങ് സൂപ്പർ സ്റ്റാർ ഇവരെ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അപ്പോൾ ഏത് സിനിമയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഏത് സിനിമയാണെന്ന് പിക്മാൻ എന്ന് പറയുന്ന ബേസിലൊരു ചിത്രമാണ് ഇതെന്നാണ് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പം നമുക്ക് നമ്മൾ ആരെയും വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയായിട്ട് പോടെ. അപ്പോൾ ഇത് ചിലപ്പോൾ ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഏത് സമയത്ത് ആരെ വേണോ എതിരെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 30 വർഷം മുമ്പ് 40 വർഷം മുമ്പ് നടന്ന കേസുകളെല്ലാം പൊക്കിക്കൊണ്ട് വരുന്ന സമയമാണിത്. അപ്പോൾ അന്നൊന്നും ഇവരിത് പറയുന്നില്ല. ഇവർക്ക് ഇപ്പോൾ പറയാനുള്ള സാഹചര്യം ഇപ്പം 100 പേര് പറയുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് കൈവക്കി എനിക്കും പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ലെന്നാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, ഇതിനെക്കുറിച്ച് തോന്നുന്നത്. അപ്പം ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ചിന്തിച്ച് തീരുമാനിക്കാം. ഇപ്പം നമുക്ക് അർജുൻ വന്നപ്പം വയനാട് വന്നു. അപ്പോൾ അർജുനെ വേണ്ട മാധ്യമങ്ങൾക്ക്. ഇപ്പം വയനാട് പോയിട്ട് ഇപ്പം ഇത് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ വയനാടും വേണ്ട, അർജുനും വേണ്ട, പിണറായി വിജയൻ്റെ കേസും ഇല്ല, CMRലും ഇല്ല, ക്യാമറയും ഇല്ല.